ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ ഒരു നല്ലൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വർഷയെ നല്ല ഒരു പ്രിൻസസ് ലുക്കിൽ തന്നെ നമ്മുടെ അബി അണിയിച്ച് ഒരുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ അവർ പറയുന്നുണ്ട്, വിവേകേട്ടനും ഇതുപോലെ തന്നെ ഡ്രസ്സ് ധരിച്ച് വന്നാൽ മതിയായിരുന്നു, അടിപൊളിയായേനെ എന്ന് പറയുന്നുണ്ട്. ഇനി സമയം വൈകിക്കാനില്ല, വിവേകേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യാണ്, നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് അബിയും അഞ്ജുവും വർഷയെ കൂട്ടിക്കൊണ്ടുവരുന്നു. അടിപൊളി ലുക്കിൽ തന്നെ വീണ്ടും നമ്മുടെ വിവേകം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ രണ്ടുപേരും മാച്ചായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത്, ഇതിനെയാണോ മനപ്പൊരുത്തം എന്ന് പറയുന്നത്? അതൊന്നല്ല. കാരണം വർഷ പറയുന്നുണ്ട്, വിവേക് എൻ്റെ ഈ ഡ്രസ്സ് എടുത്തപ്പോൾ രണ്ടും ഒരുമിച്ച് പർച്ചേസ് ചെയ്തായിരിക്കും, അതാണ് രണ്ടും ഒരേതുപോലെ. അപ്പം ഞാനും താനും മനപ്പൊരുത്തം ഇല്ല എന്നാണോ താനീ പറയുന്നത്? എന്നല്ല ഞാൻ പറഞ്ഞത്. ഓ, ഇതിൽ കൂടുതൽ ഇനി ഒരു വഴക്കൊന്നും വേണ്ട. ആ സമയം തന്നെ മല്ലികാക്കയാണെങ്കിലോ ഇതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതും കാണുന്നതൊക്കെ ഉണ്ട്. മേഡത്തിനെ പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോകുന്നു. അതിനുശേഷം തന്നെ വസുന്ധര വന്നിട്ട് ഇതെല്ലാം തന്നെ കാണുന്നുണ്ട്. കണ്ടോ മേഡം, എന്തോ ഒരു തപ്പ് നടക്കാൻ പോകുന്നുണ്ട്, മേഡത്തോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. വർഷപ്പാപ്പവും വിവേകും പുറത്ത് പോവുകയാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ പോയാൽ ഇവരുടെ വിവാഹത്തിൻ്റെ മുന്നേ തന്നെ ഇവരുടെ ജീവിതം തുടങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വിവേകിനോട് അഭി പറയുന്നുണ്ട്, ഞങ്ങളുടെ പ്രിൻസസിനെ നല്ല രീതിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പോകണം, അതുകൊണ്ട് തന്നെ അവളുടെ ഡോറൊക്കെ തുറന്നു കൊടുത്തിട്ട് അവളെ നിങ്ങൾ അകത്തേക്ക് കയറ്റണം എന്നൊക്കെ പറയുന്നുണ്ട്. വിവേകും അതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടി സന്തോഷത്തോടു കൂടി ആ ഡിന്നർ പാർട്ടിയിലേക്ക് പോവുകയാണ്. വീണ്ടും തന്നെ വസുന്ധര ഒരുപാട് ആലോചിക്കുന്നുണ്ട്. ആ സമയത്താണ് അഞ്ജുവിനൊരു കോള് വരുന്നത്. അത് രാഹുലാണ്. അഭി ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. ഇനി ഞാനെന്ത് ചെയ്യാനാണ്? വർഷ വിവേകേട്ടൻ്റെ കൂടെയും അതുപോലെ അഞ്ജു ആണെങ്കിലും ഈ ഫോണിലൂടെ സംസാരിച്ച് എത്ര സമയം ഇനി കഴിഞ്ഞിട്ടാണ് വരിക? നമ്മുടെ ശിവയാണെങ്കിൽ എത്തിയിട്ടില്ല. ഞാൻ ഇനി എന്ത് ചെയ്യാനാണ്? താനേ തൻ്റെ ആ ആളെ, അതായത് ആ തട്ടുകടയിലെ സ്പെഷ്യൽ ഗസ്റ്റിനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന് പറയുന്നു. ആ സമയം തന്നെ അബി ഫ്രീ ആണെന്ന് അറിഞ്ഞിട്ട് വസുന്ധര അബിയെ വിളിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് നേരം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്താ ആൻറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കാര്യം പറയട്ടെ, വർഷ ഒരാളെ സ്നേഹിച്ചിരുന്ന കാര്യം എനിക്കറിയാം. അയാളിപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അത് ഇല്ല ആൻറ്റി, അല്ലെങ്കിൽ അയാൾ വരേണ്ട സമയമായില്ലേ? പക്ഷെ അയാളുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോഴത്തേനും വർഷ ഇപ്പോഴും അയാളെ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വിവേകിനോട് ഒരു 6 മാസത്തെ സമയം അവൾ ചോദിച്ചത് എന്നും പറയുന്നുണ്ട് കേട്ടോ. വിവാഹം ഉറപ്പിച്ചു എന്നല്ലാതെ അവരുടെ വിവാഹവും നിശ്ചയവും ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു ആൻറ്റി എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ പോരാ, ശ്രീനാഥ് തിരിച്ചു വരികയാണെങ്കിൽ വർഷ ശ്രീനാഥിനുള്ളത് തന്നെയാണ്, അല്ലാതെ വിവേകിനുള്ളതല്ല. അത് വക്കീൽ മനസ്സിലാക്കണം. പിന്നെ ശ്രീനാഥിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയണമെന്നുണ്ട്. വക്കീൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ലേ? എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ എന്ന് അന്വേഷിച്ച് നോക്കട്ടെ അയാളെ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അഭി ആകെ ഞെട്ടുന്നുണ്ട്, ആകെ വിഷമാവുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും വർഷയുടെ വിവേകിൻ്റെയും വിവാഹം നടക്കണം എന്നാണ് ഇപ്പോൾ അഭിയുടെ ആഗ്രഹം. കാരണം ശ്രീനാഥിന് അത്ര ഇഷ്ടമായിട്ടുണ്ട് അഭിക്ക്. അതുകൊണ്ട് തന്നെയാണ്. അതിനുശേഷം തന്നെ വിഷമത്തോടു കൂടി തന്നെ വരുന്ന സമയത്ത് ശിവ വന്നിട്ടുണ്ട്. എടോ, താനൊക്കെ എവിടെ പോയിരിക്കുകയായിരുന്നു? ഞാൻ കുറേ സമയമായി വന്നപ്പോൾ ഇവിടെ ഒരാളെ കാണാനില്ല, ഒരു പൂച്ച കുഞ്ഞ് പോലുമില്ല. അപ്പോൾ അഞ്ച് മുകളിലില്ലേ? അഞ്ചും ഇല്ലടോ, ആരുമില്ല. അപ്പോൾ താൻ എവിടെ പോയതായിരുന്നു? ആൻറ്റി വിളിച്ചിട്ട് ഞാൻ പോയതാണ്. വിവേകേട്ടനും വർഷയും ഇന്നൊരു ക്യാൻഡിൽ ഡിന്നറിന് പോയതാണ്. അത് ആൻറ്റിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, അതിൻ്റെ ദേഷ്യം കൂടി കാണിക്കുന്നുണ്ട്. പക്ഷേ അഞ്ജു എവിടെയായിരിക്കും? രാഹുലേട്ടനെ വിളിച്ച് വിളിച്ച് അവൾ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും എന്ന് പറയുന്നു. അതൊന്നുമല്ല, ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. ആ സമയത്ത് തന്നെയാണ് അഞ്ജുവും അതുപോലെ തന്നെ രാഹുലും കൊണ്ട് പുറത്തുകൂടെ ഒന്ന് ചുറ്റാൻ ഇറങ്ങിയിരിക്കുകയാണ്. വർഷയും വിവേകും പുറത്ത് പോയതോടുകൂടി എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കണമെന്ന്. അതുകൊണ്ട് രാഹുലിനോട് പറഞ്ഞപ്പോൾ രാഹുൽ ഡബിൾ ഓക്കെ, ഞാൻ എന്തായാലും തിരിച്ചു വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ രീതിയിൽ പോകുന്നുണ്ട്. ആ സമയത്ത് എടോ എല്ലാവരും, അതായത് വർഷ വിവേകിൻ്റെ കൂടെയും അഞ്ചു രാഹുലിൻ്റെ കൂടെയും പോയി, നമുക്കും ആരുമില്ലാത്തത് കൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ആവശ്യമില്ലേ? എന്തിനാ നമുക്ക് ആളുകൾ, നമുക്ക് രണ്ടുപേരും കൂടി പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ രീതിയിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വർഷയും വിവേകും കൂടി കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, വിവേക് വർഷയോട് ഒന്ന് സംസാരിക്കാൻ പോലും, അതായത് സമയം കൊടുക്കുന്നില്ല. വിവേക് പറയുന്നുണ്ട്, ഇത് നമ്മുടെ ഫസ്റ്റത്തെ യാത്രയല്ലേ നൈറ്റ്, അല്ല ഇനി ഇതൊരു തുടക്കമാവട്ടെ എന്ന് പറയുന്നു. ഫസ്റ്റത്തെ അല്ല, വയനാട് പോയപ്പോൾ ആ രാത്രി നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ വിവേക്. ഓ, അത് ശരിയാണല്ലോ, ഞാനതിൻ്റെ കാര്യം മറന്നുപോയി. അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ വിവേക് എന്ന് പറയുന്നു കേട്ടോ.
പിന്നെയാണെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഗാലക്സി എന്തോ ഇൻ്റർനാഷണൽ ഹോട്ടലിലേക്കാണെന്ന് പറയുന്ന സമയത്ത് അവിടെ ഞാൻ ഫുഡ് ഡെലിവറിയിലേക്ക് പോകാറുണ്ടായിരുന്നല്ലോ, അവിടേക്ക് നമുക്ക് പോകണ്ടെന്ന് പറയുന്നുണ്ട്. താൻ ഈ വേഷത്തിൽ കണ്ട ആരും തിരിച്ചറിയില്ല, പിന്നെ ഇന്ന് എന്തോ ഒരു പ്രശ്നം കൂടിയുണ്ട് ഞങ്ങളുടെ മാനേജറുമായിട്ട് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ലടോ, ഇവിടുത്തെ കുറച്ച് ആളുകളായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യും ചെയ്യാം. അതിനുശേഷം തന്നെ അങ്ങോട്ട് എത്തുന്ന സമയത്ത് തൻ്റെ ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. താനെന്താടോ ഇത്രയും നേരം വീട്ടിൽ പോയില്ലേ, ഹോസ്റ്റലിൽ കയറാൻ സമയം വൈകിയില്ലേ? ഞാൻ ഫുഡ് മാറിയെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രശ്നം. നമ്മുടെ മാനേജർ വരുന്നുണ്ട് പ്രശ്നം സോൾവ് ചെയ്യാൻ, ഇത്ര നേരമായിട്ട് എന്നെ പിടിച്ചു നിർത്തിയിരിക്കുകയാണെന്ന് പറയുന്നു. ഇത് മോശമായെന്ന് വിവേക് പറയുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റാഫിനെയൊക്കെ എനിക്ക് പരിചയമുണ്ട്, ഞാൻ വേണമെങ്കിൽ സംസാരിക്കാമെന്ന് പറയുന്നു. വേണ്ട സർ, ഞങ്ങളുടെ മാനേജർ എത്തുന്നുണ്ട്. ഇതാണോ നിൻ്റെ വുഡ് ബി എന്ന് പറയുന്നുണ്ട്. അതേ എന്ന് വിവേകും പറയുന്നുണ്ട്. അത് എന്നെ എങ്ങനെ മനസ്സിലായി? എനിക്ക് നിങ്ങളെ മനസ്സിലായി, കാരണം ഇവളുടെ രണ്ടാനച്ഛൻ്റെ പ്രശ്നത്തിലും എനിക്ക് നിങ്ങളെ പരിചയമുണ്ട്. അതിന് മുന്നേ നിങ്ങൾ തമ്മിൽ ഉടക്കുണ്ടായിരുന്നല്ലോ, ആ സമയമൊക്കെ എനിക്ക് നിങ്ങളെ പരിചയമുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് നമ്മുടെ ശ്രീനാഥ് വന്നിറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഇതാ സാറ് വന്നല്ലോ. വർഷമാണെങ്കിലോ എനിക്കിപ്പോൾ സാറിനെ കാണേണ്ട ആവശ്യമില്ല, ഈ വേഷത്തിൽ സാറിന് എന്നെ കാണണ്ട എന്ന് പറയുന്നുണ്ട്. അതെന്താടോ, എന്നായാലും സാർ നല്ലൊരാളാണെന്നല്ലേ പറയുന്നത്, നമുക്ക് കാണാമെന്ന് പറയുന്നു. വിവേക് വന്നേന്ന് പറഞ്ഞിട്ട് വർഷ വിവേകിനെ കൂട്ടിക്കൊണ്ട് പോന്നു. ആ സമയത്ത് മാന്യമായ രീതിയിൽ തന്നെ ശ്രീനാഥ് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ പ്രശ്നം ഇത്രയും നേരം തന്നെ ഇവിടെ പിടിച്ചു നിർത്തിയതിന് സമാധാനം പറയേണ്ടി വരും, ഇതിൻ്റെ എന്ത് നഷ്ടപരിഹാരം ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞതാണ്, നമുക്ക് പോയി അയാളെ കാണാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ സമയം തന്നെ രാഹുലും അഞ്ജും കൂടി ക്യാൻറ്റീൻ ഡിന്നറിന് പോണ സമയത്ത് തന്നെ അവിടേക്ക് വലിയ വലിയ ഹോട്ടലിലൊന്നും പോകാനുള്ള കാശ് ഇപ്പോൾ രാഹുലിൻ്റെ അടുത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒരു തട്ടുകടയിൽ കയറുന്നുണ്ട് കേട്ടോ. എന്താ രാഹുൽ ഇവിടെയാണ് നമ്മളുടെ ഡിന്നർ പാർട്ടി നടക്കാനായിട്ട് പോകുന്നത്. ഓ, അടിപൊളി സ്ഥലമാണല്ലോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇത് നശിപ്പിച്ചു, കാരണം വഴക്കിനൊക്കെ ഞാൻ ഇപ്പോഴും റെഡിയാണ്, ഒരു കൈ നോക്കണം. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നമ്മളെ രീതിയിൽ തന്നെ സംസാരിച്ച് തുടങ്ങാം റൊമാൻറ്റിക്കായിട്ട്. റൊമാൻറ്റിക് ആണെങ്കിൽ ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി, അല്ലാതെ ആക്ഷനൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. വായോ എന്ന് പറഞ്ഞിട്ട് അവർ കഴിക്കാനായിട്ട് ഇറങ്ങിയിരുന്നു. ആ സമയം തന്നെ വിവേകിനെയും വർഷയും തന്നെയാണ് കാണിക്കുന്നത്. ഇതുപോലൊരു ഒരു ഡിന്നർ പാർട്ടി എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. മാത്രമല്ല ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരാളെ കിട്ടണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ശ്രീയേട്ടൻ എൻ്റെ മനസ്സിൽ കയറി വന്നത്. ഈ സ്വപ്നങ്ങളൊക്കെ ശ്രീയേട്ടനിലൂടെ നടത്തുമെന്ന് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിവേകും വന്നു. താൻ എന്തിനാ ഇപ്പോൾ അതൊക്കെ ചിന്തിക്കുന്നത് ചോദിക്കുന്നുണ്ട്. പറയാനുള്ളതെല്ലാം തന്നെ എനിക്ക് പറയണം എന്ന രീതിയിലൊക്കെ വർഷ പറയുന്നുണ്ട് കേട്ടോ. ആ നൈറ്റിൽ വീണ്ടും ശ്രീനാഥിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് കേട്ടോ വർഷയെ തേടി തേടി വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം തന്നെ എല്ലാവരും പറഞ്ഞു ഞാൻ പ്രിൻസസ് ആണെന്നുള്ളത്. ഇപ്പം വിവേകും പറഞ്ഞു, ഇപ്പം എനിക്ക് തോന്നാറുണ്ട്, ഇപ്പം എനിക്ക് ചെറിയൊരു പ്രിൻസസ് ആണോ ഞാനെന്നുള്ളത്. കാരണം ഒന്നുമില്ലാത്ത രീതിയിൽ എന്നെ ഇത്ര വരെ എത്തിച്ചില്ലേ, അത് വിവേകിൻ്റെ സപ്പോർട്ട് കൊണ്ട് നടന്നത് മാത്രമാണെന്ന് പറയുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇനി അങ്ങോട്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും ഒന്നും എനിക്കറിയില്ല. എന്തായാലും ഇനിയുള്ള ജീവിതം മുന്നോട്ട് പോകാനായിട്ട് വിവേക് എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന രീതിയിൽ തന്നെയാണ് വർഷ നൈറ്റ് പാർട്ടിയിൽ പറയുന്നത്. മാത്രമല്ല ശ്രീനാഥിനെ കുറിച്ചുള്ള ഓർമ്മകൾ തനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ശ്രീയേട്ടനെ ഇപ്പോഴും ഇഷ്ടമാണെന്നുള്ള രീതിയിൽ വിവേകിനോട് ആ നൈറ്റിൽ തന്നെ വർഷ തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം തന്നെ ശ്രീനാഥ് ആ ഹോട്ടലിൽ തന്നെ ഉണ്ടേനും, കാരണം ഇവർ രണ്ടുപേരും എപ്പോഴാണ് കണ്ടുമുട്ടുക എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിലൂടെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.